നിങ്ങൾക്കറിയാം, ഇവിടെ ജന്തർ മന്ദറിൽ 5 ഇടതുപക്ഷ പാർട്ടികൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. നമ്മൾ കുടുങ്ങി. എന്റെ ഈശ്വരൻ എന്താ ചെയ്യാ? നിങ്ങൾ എന്തെങ്കിലും ചെയ്യ, എനിക്കൊന്നും അറിയാൻ മേല. എല്ലാ ദിവസവും രാത്രി 9 മണി മുതൽ 9:30 വരെ എല്ലാവരും അവരുടെ ഫോണുകൾ ഓഫാക്കി വെക്കുക. ഒരു കാര്യമില്ല, പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിച്ചു വെക്കുക. ലാപ്ടോപ്പുകളും ഡെസ്ക്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും ഈ സമയം നിശ്ചലമായിരിക്കുക. നിങ്ങൾ ഓരോരുത്തരും ഇനിയുള്ള ഓരോ ദിനരാത്രങ്ങളും അക്ഷീണിതരായി പ്രവർത്തിക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഈ മൈക്രോസോഫ്റ്റും അതുപോലെ തന്നെ ഒരുപാട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുണ്ടല്ലോ, അവരെല്ലാം മനസ്സിലാക്കും പുലിനാട്ടുകാരുടെ ശക്തി ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കാൻ കേന്ദ്രം നമുക്കൊരു സുവർണ അവസരം നൽകിയിരിക്കുകയാണ്. ഈ ഡിജിറ്റൽ കാലഘട്ടത്തിലെ ഒരു സത്യാഗ്രഹം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പരിപാടിയിലൂടെ കഴിയും എന്നാണ് കരുതുന്നത്. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഇതിനോട് പരസ്യമായ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സിറാലിയോണിലെ വൃത്തിഹീനമായ വിമാനത്താവളങ്ങളുടെ ശോചനീയ അവസ്ഥക്കെതിരെയാണ് നമ്മുടെ ഈ പോരാട്ടം. ഈ സമരപരിപാടിയിൽ, ഈ ഡിജിറ്റൽ സമരത്തിൽ പങ്കെടുക്കുന്നതിന് ആഹ്വാനം ചെയ്യാൻ CPIM-ന് കഴിഞ്ഞു. ആള് ശുദ്ധ പാവ, ഉള്ളിൽ ഒന്നുമില്ല, അതാ ഇങ്ങനെ പൊങ്ങിക്കിടക്കണേ. ഇത് പണ്ടത്തെ പോലെയല്ല. നിങ്ങളുടെ പാർട്ടി ക്ലാസ് വിശ്വസിച്ചിട്ട് അന്തം വിട്ട് നടക്കുന്ന കുറെ കമ്മ്യൂണിസ്റ്റുകാരല്ല ഇന്ന് ജീവനോടെ ഉള്ളത്. സെക്രട്ടറിക്ക് തെറ്റിപ്പോയെന്ന് തോന്നുന്നു. നമ്മൾ നേരെ തിരിച്ചാ പറഞ്ഞു വന്നത്. മിസ്റ്റർ എംബിച്ചിക്കോയ, കാര്യങ്ങൾ കുറച്ചുകൂടി വിശാലമായ രീതിയിൽ കാണാൻ ശ്രമിക്കൂ. ബോധവും വിവരമുള്ള മറ്റു മനുഷ്യന്മാർ ഇവിടെ ഉണ്ട്. വാർത്ത വായിക്കുന്ന ആളുകൾ ദേശാഭിമാനി മാത്രമല്ല ഇന്ന് നാട്ടുകാർ വായിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയാം. വയസ്സുകാലത്ത് പെൻഷൻ മേടിച്ച് പിള്ളേരും ഒന്നിച്ച് വീട്ടിൽ കഴിയണമെന്നുണ്ടോ? അതോ ഇല്ലില്ല. ഞാൻ ഏതായാലും ഇദ്ദേഹത്തെ ഒരു 9:07 ആകുമ്പോൾ ഞാനൊന്ന് വിളിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പറിലേക്ക്. ഇദ്ദേഹം ഫോൺ ഓഫ് ആക്കിയിട്ടുണ്ടോന്നെങ്കിൽ എനിക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഒന്നുമില്ല. പോയി വാ മോനെ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാം. ഇതിൽ ഇപ്പൊ നമ്മൾ CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയും അവരുടെ പ്രവർത്തന രീതിയും നമ്മൾ പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ആദ്യം വരുന്ന എന്താണ്? ബക്കറ്റ് പിരിവാണ്. അയ്യോ, കൈ വാങ്ങിക്കാൻ പാടില്ല. ഇതിനകത്ത്